അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. ഒരു ദിവസം നമ്മൾ എല്ലാവരും തീരുമാനിക്കുന്നു ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും എന്ന്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ ദിവസം ഇന്നാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഫോണിൽ കൂടെ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് സാലറി കുറവാണ്, കടമുണ്ട്, സേവിങ്സ് ഇല്ല, NRI ആണ്, ഇതിനെപ്പറ്റി അറിയില്ല, ഇങ്ങനത്തെ ഒരു എക്സ്ക്യൂസും വേണ്ട. ഇതിനെല്ലാത്തിനുള്ള ഉത്തരം സെക്ഷനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അത്യാവശ്യമുള്ള കാര്യം മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 20 മിനിറ്റിൽ താഴെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബട്ട് എങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും സമയമില്ലെങ്കിൽ ഓരോ സെക്ഷൻ്റെയും ടൈം സ്റ്റാമ്പ് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സെക്ഷൻ മാത്രം കയറി കണ്ട് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങാൻ ശ്രമിക്കുക. പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇൻവെസ്റ്റിംഗ് തുടങ്ങിയിരിക്കും. തുടങ്ങാൻ പറ്റും, ഐ ഗ്യാരണ്ടി. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ആളുകൾ അവരുടെ ഇൻവെസ്റ്റിംഗ് ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് എൻ്റെ പല വീഡിയോസിൻ്റെയും താഴെയുള്ള കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സോ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി നമ്മളുടെ എല്ലാവരുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്നത്. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള റിസർച്ച് അത്യാവശ്യമാണ്. ഓൾ റൈറ്റ്, നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻഷ്യൽ ലൈഫും ബെറ്റർ ആകുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു. അപ്പോൾ നമ്മുടെ ടീമിന്റെ ഭാഗമാവുന്നതിനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. സോ അപ്പം നമ്മളിപ്പോൾ ഇന്ന് രാവിലെ എണ്ണീറ്റു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആദ്യം തന്നെ വരും. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം മിക്ക ആൾക്കും അറിയാമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും മടുപ്പിക്കാതെ 30 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ഞാനൊന്ന് പറയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ ബേസിക്കായി അതിനെ തടഞ്ഞു നിർത്തി നമ്മുടെ പൈസയെ ഗ്രോ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ഇൻവെസ്റ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് നമുക്ക് ഒരു ചായക്കടയിൽ പോയി ചായ വാങ്ങിക്കണമെങ്കിൽ 10 രൂപ മതിയായിരുന്നു. ഇന്ന് അത് 20 രൂപയായി. ഞാൻ 5 വർഷം മുമ്പ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുടുക്കയിൽ ഇട്ട് വെച്ചിരിക്കുന്ന 10 രൂപ ഇന്ന് ആ കുടുക്ക പൊട്ടിച്ച് ആ 10 രൂപയും കൊണ്ട് ഞാൻ ചായക്കടയിൽ ചെന്നാൽ എനിക്ക് ഒരു ചായ വാങ്ങാൻ സാധിക്കില്ല. പക്ഷെ ഞാനത് കുടുക്കയിൽ ഇട്ട് വെച്ച ദിവസം ഞാൻ ഒരു ചായക്കടയിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു ചായ വാങ്ങി കുടിക്കാൻ സാധിക്കുമായിരുന്നു. സോ നമ്മൾ ഈ കുടുക്കയിൽ അതല്ലെങ്കിൽ വീട്ടിലെ ലോക്കറിൽ വെക്കുന്നതിന് പകരം ശരിയായ സ്ഥലത്ത് ഇട്ട് വെച്ചാൽ ഈ 10 ചിലപ്പോൾ 20 25 ആയേക്കാം. ആ പൈസയും കൊണ്ട് നമ്മൾ ഇന്ന് ചായക്കടയിൽ ചെന്നാൽ നമുക്ക് മാന്യമായി ഒരു ചായ വാങ്ങിച്ച് കുടിക്കാൻ സാധിക്കും. സോ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം? ഇതിന് അങ്ങനെ വലിയൊരു എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴൊക്കെ പൈസ വരുന്നു, അതല്ലെങ്കിൽ എന്ന് സാലറി കിട്ടുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം നമുക്ക് എപ്പോഴൊക്കെ കിട്ടുന്നു, അപ്പോഴൊക്കെ അതിന്റെ ചെറിയൊരു പോർഷൻ മാറ്റിവെച്ച് അത് ഇൻവെസ്റ്റിംഗിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. 5000 രൂപയാണ് നമ്മുടെ സാലറി എങ്കിൽ 200 രൂപയെങ്കിലും ഇൻവെസ്റ്റിംഗിലേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ശമ്പളം കുറവാണ് എന്ന് പറഞ്ഞ് മടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ശമ്പളം കൂട്ടാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള കുറഞ്ഞ സാലറിയിൽ നിന്നുകൊണ്ട് തന്നെ 100 200 ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റിംഗ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. വെയർ ടു ഇൻവെസ്റ്റ്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് 100 കണക്കിന് ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് FD അല്ലെങ്കിൽ RD. ഈ FD എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, RD എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് കുറച്ച് കാലത്തേക്ക് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു ലംസം എമൗണ്ട് കൊണ്ടിടുന്നതിനാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മാസം കുറച്ച് പൈസ വെച്ച് കൂട്ടി ബാങ്കിന്റെ അക്കൗണ്ടിൽ ഒരു നിശ്ചിത കാലത്തേക്ക് വെക്കുന്നതിനാണ് നമ്മൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് നമ്മുടെ ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി വേണമെങ്കിൽ ചെയ്യാം. എനിക്കറിയാം നമ്മൾ FD ഇട്ടാലോ RD ഇട്ടാലോ നമുക്ക് വലിയ റിട്ടേൺസ് ഒന്നും കിട്ടില്ല. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിംഗിൽ ആദ്യം ഒരു ഫ്ലോ കിട്ടാൻ നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ പണം സേഫ് ആയിട്ടിരിക്കാനും കുറച്ചൊക്കെ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യാനും നമുക്കിത് ഹെൽപ്ഫുൾ ആവും. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പൈസയും ഇടണമെന്നല്ല, ചെറിയൊരു ഭാഗം ഉറപ്പായിട്ടും ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഗോൾഡ് ഓർണമെന്റ്സ് അല്ല, ഐ മീൻ ഗോൾഡ്. ഫിസിക്കലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻസ് വാങ്ങാം. ലൈക്ക് അത് സൂക്ഷിച്ച് വെക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇറക്കുന്ന സോവറിൻ ഗോൾഡ് ബോൺസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഗോൾഡ് കൺസിഡർ ചെയ്യാം. ഇനി മുന്നോട്ട് നിങ്ങൾ ഒരു എക്സ്പേർട്ട്, അതല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന്. ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷം ഓൺ ആൻ ആവറേജ് ഗോൾഡ് നമുക്ക് 10% റിട്ടേൺസ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ 20%നും 30%നും അടുത്തും ഒക്കെ റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം 10%ന് അടുപ്പിച്ച് മാത്രമാണ് ഗോൾഡ് റിട്ടേൺസ് തന്നിട്ടുള്ളത്. അതൊരു മോശം റിട്ടേൺസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ റീസെന്റ് ആയിട്ടുള്ള വർഷങ്ങളിൽ ഒരുപാട് റിട്ടേൺസ് തന്നതുകൊണ്ട് ഗോൾഡ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതെന്നോ മുന്നോട്ട് ഗോൾഡ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതെന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ ഫോർകാസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ബട്ട് നമ്മൾ സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഗോൾഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ലോങ് ടേമിൽ
ടേമിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് അല്ല. അതിൽ റിസ്ക് കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ലിക്വിഡ് ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് ആയിട്ടുള്ള ഫണ്ട്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ എക്സ്ട്രാ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ മേളിൽ പറഞ്ഞ 3 ഓപ്ഷൻസിലും സ്റ്റോക്ക് മാർക്കറ്റ് കയറി വന്നിട്ടില്ല. ബട്ട് ഡോണ്ട് വറി, അത് നമ്മൾ മുന്നോട്ട് സോർട്ട് ചെയ്യുന്നതായിരിക്കും. കടമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പല വീഡിയോസിന്റെ അടിയിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കമന്റ് ആണ്, എനിക്ക് ഒരുപാട് കടമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. കടമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് മാജിക്കലായിട്ട് നിങ്ങളുടെ കടം എല്ലാം ഒഴിവാക്കാനുള്ള ടെക്നിക് ഒന്നും എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒന്നാമത്, നമുക്കിപ്പോൾ ഉള്ള ലോണുകളെല്ലാം കൃത്യമായിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്, അതിനെല്ലാം എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്, അതിനൊക്കെ ഉള്ള എല്ലാ മാസത്തെയും EMI എത്രയാണ് എന്നും ഒരു ടേബിൾ പോലെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. എത്രയൊക്കെ ലോൺ ആണുള്ളത്, എവിടൊക്കെയാണ് ലോൺ കൊടുക്കാനുള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നത് വളരെ നന്നായിരിക്കും. ഇനി രണ്ടാമത്, നമുക്ക് 2 സ്ട്രാറ്റജി യൂസ് ചെയ്യാം ലോൺ അടച്ചു തീർക്കാനായിട്ട്. ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺ ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ എമൗണ്ട് ഉള്ള ലോൺ ആദ്യം അടച്ചു തീർക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 5 ലോൺ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോൺഫിഡൻസ് കുറച്ച് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ടെക്നിക്കിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ടെക്നിക് എന്ന് നമുക്ക് തറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല. അത് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ സിനാരിയോ അനുസരിച്ച്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് പിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട്, എത്രയും പെട്ടെന്ന് ഫാമിലിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. മിക്കവാറുമുള്ള ആളുകൾ 80% ഓഫ് ആളുകളും അവർക്ക് ഇപ്പോൾ ഉള്ള ലോൺ അവർക്ക് വന്നിരിക്കുന്നത്, അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു കടം അവർക്ക് വന്നിരിക്കുന്നതിൽ ഒരു മേജർ റീസൺ മെഡിക്കൽ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ട് അവർ കടം എടുക്കേണ്ടി വന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഇത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു തവണയും കൂടെ നമ്മുടെ ഫാമിലി മെമ്പർക്ക് ആർക്കെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിയോ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു ലോൺ എടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും നാൾ അടച്ചത് എല്ലാം വെറുതെ ആവും. അപ്പോൾ വലിയൊരു എമൗണ്ടിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഫാമിലിയെ ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ഫ്ലോട്ടർ ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക. ഇനി നാലാമത്, സ്റ്റേ അവേ ഫ്രം ക്യാഷ് ബാക്സ്, ഇൻട്രസ്റ്റ് ഫ്രീ EMIs, നോ ജോയിനിങ് ഫീ ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഡ്സ്, ഇങ്ങനത്തെ എല്ലാ ഓഫേഴ്സിൽ നിന്നും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ, എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ പെട്ടെന്ന് പൈസ വരുന്ന മാജിക് ടെക്നിക് ഒന്നും എന്റെ കയ്യിലില്ല. ബട്ട് എല്ലാവരെയും പോലെ തന്നെ ഈ സ്റ്റേജിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. സോ ഐ ക്യാൻ റിലേറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറയാം, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്, അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്, കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കാൻ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുടക്കിക്കൊണ്ടിരിക്കുന്ന പൈസയൊക്കെ നിർത്തലാക്കുക. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫുഡ് ഡെലിവറി, അതായത് നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കാനുള്ള മടി കാരണമായിരിക്കും നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. അത് കൺവീനിയൻസിന് വേണ്ടി നമ്മൾ മുടക്കുന്ന പൈസയാണ്, അത് കട്ട് ചെയ്യുക. പുറത്ത് കൊടുത്തുള്ള കാർ വാഷ്, ലോണ്ടറി, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും കട്ട് ചെയ്യുക. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ ഇതേപോലെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് മുടക്കുന്ന പൈസ പലതും കാണും, അതെല്ലാം കുറച്ച് നാളത്തേക്ക് നിർത്തലാക്കുക. ഇനി മൂന്നാമത്, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻകം കൂട്ടാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നില്ല. ബട്ട് ആ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുക. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊന്നും കരുതണ്ട. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സൈഡ് ഇൻകം മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. ഇനി നാലാമത്, കടമുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്. സ്റ്റേ അവേ ഫ്രം ഓഫേഴ്സ്, ക്യാഷ് ബാക്സ്, ഇൻട്രസ്റ്റ് ഫ്രീ EMIs, നോ ജോയിനിങ് ഫീ ക്രെഡിറ്റ് കാർഡ്സ്, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളിൽ നിന്നും കുറച്ച് നാൾ മാറിയിരിക്കാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ, ഡു നോട്ട് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ ഈ പറയാൻ പോകുന്ന ക്രൈറ്റീരിയയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തൽക്കാലം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് പറയുകയാണ്. ഈ പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഒന്നാമത്, അടുത്ത് തന്നെ അത്യാവശ്യമായിട്ട് പൈസ ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമാവട്ടെ, നിങ്ങൾക്ക് അടുത്ത 1-2 വർഷത്തിനകോ അല്ലെങ്കിൽ 3-4 വർഷത്തിനകോ പൈസ ആവശ്യം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യരുത്. രണ്ടാമത്, ലോൺ അല്ലെങ്കിൽ കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് എന്തുമാവട്ടെ, നിങ്ങൾ ചിട്ടി പിടിച്ച പൈസ ആവട്ടെ, നിങ്ങൾ പേഴ്സണൽ ലോൺ എടുത്ത പൈസ ആവട്ടെ, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത പൈസ ആവട്ടെ, ഒരു തരത്തിലുള്ള ലോണും ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി മൂന്നാമത്, ഇത് എന്റെ പേഴ്സണൽ കാൽക്കുലേഷനിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ മറ്റുള്ള സ്ഥലത്തൊക്കെ കേൾക്കുന്നത് ചിലപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഹൈ ഇൻട്രസ്റ്റ് ലോൺ ഉണ്ട്, അതായത് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ലോൺ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ, അത് വലിയൊരു എമൗണ്ടും ആണെങ്കിൽ, വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറിയുടെ മജോറിറ്റി പോർഷനും
നിങ്ങൾ ഈ ഒരു EMI-യിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത്രത്തോളം വലിയൊരു എമൗണ്ടും ആണെങ്കിൽ, വെരി ഹൈ ഇൻട്രസ്റ്റും ആണെങ്കിൽ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പൈസയും കൂടെ എടുത്ത് നിങ്ങൾ ആ ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ ശ്രമിക്കണം എന്നാണ്. സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങളുടെ ഇൻകം അടുത്ത 1 വർഷമോ 2 വർഷമോ ഇൻക്രീസ് ചെയ്യുന്നിരിക്കുക. അതായത് ഇപ്പം നിങ്ങൾ 50,000 രൂപ ശമ്പളം ഉണ്ട്, നിങ്ങളുടെ 35,000 രൂപ നിങ്ങളുടെ EMI-യിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ 30,000 രൂപ EMI-യിലേക്കാണ് പോകുന്നത്. പക്ഷേ അടുത്ത വർഷമായപ്പോൾ നിങ്ങളുടെ സാലറി 1,00,000 കൂടി, അല്ലെങ്കിൽ 75,000 രൂപയായിട്ട് കൂടി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ ഇൻവെസ്റ്റിംഗിലേക്ക് അലോട്ട് ചെയ്യാം. ബട്ട് അങ്ങനെ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ലോൺ അടച്ചു തീർക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻസിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് നല്ലത് എന്നാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാം, മറ്റുള്ള എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം, അതർ പ്ലേസസ് ടു ഇൻവെസ്റ്റ്. സോ ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡിവിജ്വൽ സ്റ്റോക്സ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി നമുക്ക് ഏറ്റവും നല്ല കമ്പനീസ് എന്ന് തോന്നുന്ന കമ്പനികൾ ചൂസ് ചെയ്ത് അവരുടെ സ്റ്റോക്സ് വാങ്ങിച്ച് കൂട്ടാം. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട്സ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വെച്ചാൽ ഒരു ബണ്ടിലാണ്, ഒരു ബാസ്ക്കറ്റ് ആണ്. ആ ബാസ്ക്കറ്റിനകത്ത് പല കമ്പനികളുടെ സ്റ്റോക്ക് കണ്ടേക്കാം, ചിലപ്പോൾ അതിൽ ഗോൾഡ് കണ്ടേക്കാം, ലിക്വിഡ് ഫണ്ട്സ് കണ്ടേക്കാം, പലതും കണ്ടേക്കാം. അങ്ങനെ ഒരു ബണ്ടിലാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ എക്സാമ്പിളും ഞാൻ മുമ്പോട്ട് ഫോണിൽ കൂടെ കാണിക്കാം. ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഞാൻ ആദ്യം പറഞ്ഞ 3 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് പൈസ ഇടാം. കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ എല്ലാം സെയിം റിസ്ക് അല്ല. വളരെ ചെറിയ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതിനെ നമ്മൾ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് വിളിക്കും. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് ഉണ്ട്. അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ് മിഡ് ക്യാപ് ഫണ്ട്, അതായത് മീഡിയം ലെവലിലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതേപോലെ തന്നെ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അത് ഏറ്റവും വലിയ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഈ ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ ആണ്. അത് സ്മോളിൽ നിന്ന് ലാർജിലേക്ക് വരുന്ന സമയത്ത് റിസ്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാം ബേസിക് റിസ്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഉള്ളതാണ് ഇൻഡെക്സ് ഫണ്ട്സ്. രാജ്യത്തെ തന്നെ ഏറ്റവും ടോപ്പ് 50 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിഫ്റ്റി 50യെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഡെഫിനറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട്സ് ആണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് 50 കമ്പനീസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടോപ്പ് 50യുടെ ലിസ്റ്റ് മാറിയാലും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല, അത് കൃത്യമായിട്ട് ആ 50 കമ്പനീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയും, അതായത് ഈ മ്യൂച്വൽ ഫണ്ട്സിലുള്ള കാറ്റഗറിയെ പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിലും എക്സ്ട്രാ റിസോഴ്സസ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ തന്നെയുള്ള സെക്ഷനിൽ ഏതൊക്കെ വീഡിയോസ് കാണണം, ഏതൊക്കെ വീഡിയോസ് കണ്ടാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും അറിവും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ പറയാം. ബട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കമ്പനീസ് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ കമ്പനീസിലാണെങ്കിൽ അത് അവിടെ റിസ്ക്കും കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് സെക്ഷൻ എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ള മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ അത്യാവശ്യം കുറച്ച് ക്ലാരിറ്റി നമുക്ക് വേണം. ആദ്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്ത് നിന്നും നമ്മൾ കേട്ട ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഒന്നാമത്, നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അത് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് 15 to 20% റിട്ടേൺസ് ആനുവലി കിട്ടുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇമ്പോസിബിൾ ആണ്. അങ്ങനെ നമുക്ക് എല്ലാ വർഷവും കിട്ടണം എന്ന് നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇവിടോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്താഗതി മാറ്റുക. കിട്ടാനുള്ള ചാൻസസ് ഒന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. ഇനി രണ്ടാമത്തത്, പെട്ടെന്ന് പണം ഉണ്ടാക്കാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ ഇരട്ടിയാക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ നടക്കാനുള്ള പോസിബിലിറ്റീസ് പല സ്ഥലത്തും ഉണ്ട്. പല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ തുടക്കകാലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പണം ഇരട്ടിയാവുന്നു, പെട്ടെന്ന് ഇത് ഡബിളോ ത്രിബിളോ ആവുന്നു എന്നൊന്നും കരുതി ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഹൈലി അൺലൈക്ലി, അതായത് അങ്ങനെ നടക്കാനുള്ള ചാൻസസ് വളരെ 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 കുറവാണ്. സോ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഉറപ്പായിട്ടും ഡിസപ്പോയിന്റഡ് ആകും. ലോങ് ടേം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്, ടേക്ക് ഓണർഷിപ്പ്. നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ധാരണ വേണം നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അവൻ പറഞ്ഞ പോലെ ചെയ്തു, അതല്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ചെയ്തു, അത് കേട്ട് ചെയ്തത് കൊണ്ടാണ് എൻ്റെ പൈസ നഷ്ടമായത്, ഞാൻ അതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയേനും എന്നൊക്കെയുള്ള ബ്ലെയിം ഗെയിം കളിക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി 100% നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത് ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസർച്ച് ചെയ്ത് മാത്രമേ ചെയ്യൂ. കാരണം അൾട്ടിമേറ്റ്ലി ലാഭം വന്നാൽ പൈസ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതേപോലെ തന്നെ നഷ്ടം വന്നാൽ നഷ്ടമാവുന്നതും നിങ്ങളുടെ പൈസ തന്നെയാണ്. ലാഭം വരുമ്പോൾ ക്രെഡിറ്റ് നിങ്ങൾക്കും, നഷ്ടം വരുമ്പോൾ
ക്രെഡിറ്റ് മറ്റുള്ളവർക്കും കൊടുക്കുന്നത് നല്ല ശീലമല്ല. ഇനി നാലാമത്തത്, ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ചെറുതായിട്ടൊന്ന് താന്ന് നിൽക്കുകയാണ് വിചാരിക്കുക. അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇപ്പോഴത്തെ ടോട്ടൽ വാല്യൂ അതൊരു 75,000 രൂപയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ നിന്ന് നമുക്ക് ബിലീഫ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അതൊക്കെ പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്നും ലോകത്തിലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കോടികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെല്ലാം ഈ ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫേസ് വരുന്ന സമയത്ത് തന്നെ കയ്യിലുള്ള മുഴുവൻ സ്റ്റോക്കും വിറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. വാങ്ങിയത് നല്ല അസറ്റ്സ് ആണെങ്കിൽ അത് തിരിച്ച് കയറി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നെക്സ്റ്റ് പാർട്ട്, വിച്ച് ആപ്പ് ഓർ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഏത് ആപ്പിൽ, അതല്ലെങ്കിൽ ഏത് ബ്രോക്കറിൽ, ഏത് വെബ്സൈറ്റിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഇൻവെസ്റ്റിംഗ് ഗൈഡ് 2025 എന്ന് പറഞ്ഞാൽ ഇറക്കിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ആപ്പ് ഏതാണ്, ബെസ്റ്റ് ബ്രോക്കർ ഏതാണ് എന്ന് ചോദിക്കുന്നവരെ കളിയാക്കിയിട്ട് അതിനകത്തൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഇത് നോക്കിയിരിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ. ആ വീഡിയോയുടെ അടിയിൽ പോലും ബ്രോ ബെസ്റ്റ് ആപ്പ് ഏതാണെന്നൊന്ന് പറയൂ എന്നുള്ള കമന്റുകൾ ഞാൻ കണ്ടു. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സ് ഏതൊക്കെയാണ് എന്നും അവിടെ ചോദിച്ചതായിട്ടും കണ്ടു. ഞാൻ 2016 സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്രോ ആപ്പാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് നല്ല ഇന്റർഫേസ് ആണ്. പിന്നീട് അപ്സ്റ്റോക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, സെറോദ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല ബ്രോക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത, എനിക്ക് അറിവ് പോലും ഇല്ലാത്ത ഇഷ്ടം പോലെ നല്ല ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏത് ബ്രോക്കറിന്റെ കീഴിലെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെല്ലാം സേഫ് ആണ്. കാരണം ഇവരൊക്കെ മീഡിയേറ്റർ ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സ്റ്റോക്സ് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരാരുമല്ല നമ്മുടെ പൈസയോ സ്റ്റോക്സോ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഇന്റർഫേസ് ഉള്ള ഏത് ആപ്ലിക്കേഷൻ, സെബിയുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ എടുത്താലും, ഏത് ബ്രോക്കറിനെ കൺസിഡർ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബ്രോക്കറിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും നമ്മുടെ നാട്ടിലില്ല. ഇനി ക്വിക്കായിട്ട് ഞാനെന്ന് പറയാം, എല്ലാവർക്കും വരുന്ന ഒരു കോമൺ കൺഫ്യൂഷൻ ആണ് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും. ആക്ച്വലി നിങ്ങൾ ഏത് ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ 2 അക്കൗണ്ടും, അതായത് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടും. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും എന്താണ് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ പെയ്ഡ് കോഴ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് തന്നെ ഞാനിവിടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരു വലിയ വെയർ ഹൗസ് ഉണ്ട് എന്ന് കരുതുക. ആ വെയർ ഹൗസിന് മുമ്പിൽ ചെറിയൊരു തട്ടുകട നമുക്കുണ്ട്. തട്ടുകട മീൻസ് ചെറിയൊരു ഷോപ്പ് നമുക്കുണ്ട്. ഈ വെയർ ഹൗസ് ആണ് ഡിമാറ്റ് അക്കൗണ്ട്. ഈ മുമ്പിലുള്ള ചെറിയ ഷോപ്പാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. എന്തെങ്കിലും ഒരു പുതിയ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് വഴി വാങ്ങി നമ്മൾ അവിടെ വെക്കും. അതിനുശേഷം ഇവിടുന്ന് മൂവ് ചെയ്ത് നമ്മൾ നമ്മുടെ വെയർ ഹൗസിലേക്ക് വെക്കും. വെയർ ഹൗസിൽ കൊണ്ട് വെക്കുന്നതാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇരിക്കുന്ന എന്തെങ്കിലും വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടുന്ന് മൂവ് ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഷോപ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് അത് സെല് ചെയ്യും. സിംപിളി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും നമ്മൾ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ബ്രോക്കറിന്റെ ആപ്ലിക്കേഷനിൽ നടന്നോളൂ. നമ്മൾ ഇതൊന്നും അറിയണ്ട. അപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ നമ്മുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ നിന്ന് വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കുന്നു. അതിനുശേഷം വാങ്ങി വെച്ചതൊക്കെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നതും വിൽക്കുന്നതൊക്കെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് അവിടെ വെച്ച് വിൽക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന ആപ്ലിക്കേഷൻ എൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും അല്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് വേണം. 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് 18 വയസ്സിന് താഴെ ആണെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ ഗാർഡിയനാക്കി വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് വെച്ച് നമ്മൾ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറി നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നമ്മുടെ പാൻ കാർഡ് ഒക്കെ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈവ് ഫോട്ടോ എടുക്കാൻ പറയും. ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ അവേഴ്സ് തന്നെ നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് ആവും. അതിനുശേഷം നമുക്ക് കയറി ഇതേപോലെ കറങ്ങി നടക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള സംഭവം എല്ലാം ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ബ്രോക്കറിന്റെ ആപ്ലിക്കേഷനിൽ കാണും. മിക്ക ആപ്ലിക്കേഷൻസും സിമിലർ ആണ്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളതാണ് കാണിക്കുന്നത് എന്ന് മാത്രം. ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ഗോൾഡ് ETF എന്നോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്നോ ഒക്കെ കയറി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് കിട്ടും. മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സും ഇതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പറയാം. പക്ഷേ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കയറി ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സേഫ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇനി നാലാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ HDFCയുടെ സ്റ്റോക്കോ SBIയുടെ സ്റ്റോക്കോ എന്തും വാങ്ങിക്കാനായിട്ട് നമുക്ക് ഇതേ അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ട്സിൽ ഞാൻ പല മ്യൂച്വൽ ഫണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്. ഇതിൽ ഏത് നിങ്ങൾ ഈ സെർച്ച് ബാർ കയറി സെർച്ച് ചെയ്താലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് അത് കയറി നോക്കിക്കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, ഇത് എത്ര നാളുകൊണ്ട് എത്ര റിട്ടേൺസ് തന്നു, ഇതിന്റെ NAV വാല്യൂ എത്രയാണ്, അതല്ലെങ്കിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടാണോ പെർഫോം ചെയ്തത്, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കയറി നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് ഇതിൽ ഏതൊക്കെ സെലക്ട് ചെയ്യണം, ഇത് എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. നെക്സ്റ്റ് സെക്ഷനിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ
എക്സ്ട്രാ റിസോഴ്സസ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടെ എലാബറേറ്റ് ആയി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കുത്തിയിരുന്ന് മെനക്കെട്ട് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഞാനിവിടെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോമിസ് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ 5 വീഡിയോസ് മാത്രം പറയാം. നിങ്ങൾ ആ 5 വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി ടെസ്റ്റിന്റെ വീഡിയോ ആണ്. ഇത് ഇൻവെസ്റ്റിംഗ് അല്ല, ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി മാത്രമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ടെസ്റ്റും ഉണ്ട്. അത് ആ ടെസ്റ്റും വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് വീഡിയോ ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് ഇൻ മലയാളം. ഇത് ആണ് ഇൻവെസ്റ്റിംഗിന്റെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ഇതിനകത്ത് ലുലു മോളിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ച് ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്ഫുൾ ആവും. അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തത് ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് ഇൻ 2025. ഈ വീഡിയോ ഞാൻ 2025 വേണ്ടി സ്പെസിഫിക്കലി ഇറക്കിയ വീഡിയോ ആണ്. അത് കാണാൻ ശ്രമിക്കുക. ഇനി നാലാമത്തത് മ്യൂച്വൽ ഫണ്ട്സ് 2025 പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യും, ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളത്. എല്ലാ കൺഫ്യൂഷനും ആ വീഡിയോ കാണുമ്പോൾ മാറും. ഇനി ഞാൻ റിലീസ് ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ഉണ്ട്. അത് SIP ഫോർ ഓൾ എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് റിലീസ് ആകുമായിരിക്കും. ഞാൻ പക്ഷേ അത് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ബാക്കി ഉണ്ടെങ്കിൽ അത് ഞാൻ അവിടെ തീർക്കുന്നതായിരിക്കും. പക്ഷേ ഈ 2 വീഡിയോ, ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ ചാൻസസ് ഇല്ല. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അഞ്ചാമത്തത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 16 ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, 12 മിനിറ്റ് 13 മിനിറ്റ് എന്തോ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടും നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ വീഡിയോസിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ തന്ന പ്രോമിസ്, അതായത് ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുമെന്നായിരുന്നു. ഒരുപാട് സമയം നിങ്ങളുടെ വേസ്റ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും ഞാൻ ശ്രമിച്ചു. കാരണം ഇത് യൂട്യൂബ് ആണ്. ഇവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ നീളമുള്ള വീഡിയോ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ റിസോഴ്സസിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഇന്ന് തന്നെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്ന് ഇവിടെ കമന്റ് ചെയ്തു. എല്ലാത്തിനുമുള്ള ഉത്തരം നമുക്ക് വരുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഒരാൾ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ.